ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നും ഒരു ഡേ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചു. എല്ലാ ദിവസവും ഒന്നും മുറ്റടിക്കാൻ നിൽക്കലില്ല. കൂടുതൽ കച്ചറായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം ഒന്ന് അടിച്ചു വരുള്ളൂ. ഈ തെങ്ങിൻ്റെ പൂവൊക്കെ വീണ കച്ചറ അധികം മുറ്റത്തുണ്ടാവലുള്ളൂ. ഇനിയിപ്പോൾ ഇതാ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് വന്നു. ഇവിടെ ചായ കുടിക്കണത് ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ വീട്ടിൽ ചായ ഉണ്ടാക്കലില്ല. രാവിലെ എല്ലാവരും വെള്ളമാണ് കുടിക്കൽ. അതുകൊണ്ട് വെള്ളമൊക്കെ എടുത്ത് വെക്കലാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഇഡ്ഡലിയും സാമ്പാറുമാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. ഇഡ്ഡലി മാവിനുള്ള അരി വെള്ളത്തിലിടാൻ ഇന്നലെ വൈകിട്ട് ഓർമ്മ വന്നത്. അത് കാരണം കൊണ്ട് അരി അരച്ച് വെച്ചപ്പോഴും രാത്രി ആയിക്കണം. അപ്പോൾ പിന്നെ ഞാൻ വേഗം റൈസ് കുക്കറിലേക്ക് മാവ് ഇറക്കി വെച്ച്. റൈസ് കുക്കർ കൊണ്ട് ഇങ്ങനൊരു ഉപകാരം കൂടി ഉണ്ട് കേട്ടോ. ഇതാകുമ്പോൾ രാവിലെ മാവ് നല്ലോണം പൊങ്ങി വന്നിരുന്നു. ഒരു അടുപ്പിൽ വേഗം ഇഡ്ഡലി ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ സാമ്പാറിനുള്ളതും കൂടെ റെഡിയാക്കുന്നുണ്ട്. സാധാരണ ഇഡ്ഡലിക്ക് ചമ്മന്തിയാണ് ഇവിടെ ഇഷ്ടം. ഇന്ന് പിന്നെ ഒരു സ്ഥലം വരെ പോകാനുള്ളതുകൊണ്ട് ഉച്ചത്തേക്കും കൂടെ സാമ്പാറാക്കാമെന്ന് വിചാരിച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കിയതാണ്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ പറമ്പിൽ കുറച്ച് ഫ്രൂട്ട്സ് തൈകൾ വെച്ചിരുന്ന് മുറ്റടിക്കണ സമയത്ത് അതിൽ ഈ ബുഷ് ഓറഞ്ച് എന്നുള്ള ഈ ഒരു ഫ്രൂട്ട്സിൻ്റെ തൈയിൽ പാകമായതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിക്കാമെന്ന് വിചാരിച്ച്. ഫസ്റ്റ് ടൈമാണ് ടേസ്റ്റ് നോക്കണത്. കുഴപ്പമില്ല, മധുരം പുളിയും എല്ലാം കൂടെ അങ്ങനൊരു ടേസ്റ്റ്. അങ്ങനെ പണിയൊക്കെ ഏകദേശമൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ. മോൻ്റെ സ്കൂളിൽ മീറ്റിംഗ് ആയിരുന്നു. അപ്പം മീറ്റിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ഏകദേശം വൈകിക്കണം. പറഞ്ഞ ടൈമിൽ കുറച്ച് വൈകിക്കണം. പിന്നെ സ്കൂളിലെത്തി മീറ്റിംഗ് തുടങ്ങിയിരുന്നു. അവിടെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര വെയിൽ. അപ്പോൾ വരുന്ന വഴിയിൽ മോൾക്കൊരു ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ അവിടുത്തെ ഒരു സ്പെഷ്യലാണ് ഇളനീർ പുഡിങ്. അതും കൂടെ ഒന്ന് ടേസ്റ്റ് നോക്കി. വീട്ടിലെത്തി ഫുഡ് കഴിച്ച് വെറുതെ ഒന്ന് കുറച്ച് നേരം കിടന്നു. വൈകുന്നേരമായപ്പോൾ മോൾക്ക് പോപ്കോൺ വേണമെന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ തന്നെ വാഷ് ചെയ്ത് കുറച്ച് തുണികൾ മടക്കി വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മടക്കി വെച്ച്. കുറച്ച് തുണിയായിരുന്നു വൈകുന്നേരം തന്നെ മടക്കി വെച്ചത്. ചിലപ്പോൾ മടിയാവുമ്പോൾ പിറ്റേന്ന് രാവിലെ മടക്കി വെക്കുള്ളൂ. ഞാനധികം വാഷ് ചെയ്ത തുണി കിച്ചണിൻ്റെ ഈ കൗണ്ടർ ടോപ്പിലാണ്ട് ഒരു സൈഡിൽ കൊണ്ട് മാറ്റി വെക്കലാണ്. അവിടെ വെക്കലാണ്. രാവിലെ അധിക ദിവസം രാവിലെ ആവും മടക്കി വെക്കൽ. ഇതിപ്പോൾ മടക്കി വെക്കലൊക്കെ കഴിഞ്ഞ് മടക്കിയതെല്ലാം കൂടെ ഷെൽഫിലേക്ക് കൊണ്ടുവച്ച് അവിടെ ഒന്ന് വൃത്തിയാക്കി വെച്ചു. പിന്നെ ഞാൻ ഇൻഡോർ പ്ലാന്റ്സൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാൻ വിചാരിച്ചു. എന്താ അറിയില്ല, ഈ ചൂട് കൂടിയ കാരണം കൊണ്ടാണോ എന്നറിയില്ല, ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ഒരു ചെറിയ വാടൽ പോലെ റെഡി ഇല്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് അതിൻ്റെ ലീഫിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഏകദേശം ടൈം വൈകുന്നേരമായി. മോൾക്ക് ഞാൻ ആ പോപ്കോണും ബട്ടർ ജ്യൂസ് ഉണ്ടായിരുന്നു അതും കൊടുത്ത്. ബട്ടർ ജ്യൂസ് അടിച്ചപ്പോൾ ഒരു ചവർപ്പ് പോലെയുള്ള ടേസ്റ്റ് വന്നിരിക്കുന്നു. അപ്പോൾ അതാണ് അവൾ പറയണത്. മഗ്‌രിബ് ബാങ്ക് കൊടുത്തു. സ്മെല്ലിന് വേണ്ടിയിട്ടൊരു ഊതൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. നിസ്കരിക്കാനൊക്കെ ആയി പോയി. അപ്പോൾ പിന്നെ എന്തിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്? എന്തെങ്കിലും പ്രത്യേക കാര്യം മനസ്സിലുണ്ടോ? വളരെ പണ്ട് മുതലേ പറഞ്ഞു പോരുന്ന ഐതിഹ്യമാലയിലെ ഒരു കഥ പറഞ്ഞാലോ? അതോ മുത്തശ്ശി കഥകളാണോ കൂടുതൽ ഇഷ്ടം? അപ്പോൾ പണ്ടൊരു കൊച്ചു ഗ്രാമത്തിൽ ദീപു എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവൻ വളരെ നല്ലവനും എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്നവനുമായിരുന്നു. ഒരു ദിവസം അവൻ കാട്ടിലൂടെ നടക്കുമ്പോൾ വഴി തെറ്റിയൊരു മാൻകുട്ടിയെ കണ്ടു. മാൻകുട്ടി പേടിച്ച് വിറയ്ക്കുമായിരുന്നു. ദീപു അതിനെ പേടിപ്പിക്കാതെ സ്നേഹത്തോടെ അടുത്ത് ചെന്ന് അതിന് വെള്ളവും ഭക്ഷണവും ഒക്കെ കൊടുത്തു. എന്നിട്ട് മാൻകുട്ടിയെ അതിന്റെ അമ്മയുടെ അടുത്തേക്ക് തിരിച്ചെത്തിക്കാൻ സഹായിക്കുകയും ചെയ്തു. മാൻകുട്ടി സന്തോഷത്തോടെ
ആ സന്തോഷം. ദീപുവിനെ പോലെ നല്ല കുട്ടികൾ ആവണം കേട്ടോ. ഇനിയും കഥകൾ വേണമെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാനുണ്ടോ അതോ വെറുതെ ഇരിക്കുവാണോ? അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ.